നമ്മൾ ഉസ്ലാംപട്ടി എത്തിയല്ലേ? ഉസ്ലാംപട്ടി പെൺകുട്ടി. ഉസ്ലാംപട്ടി. ആ പാട്ടിന്റെ സ്ഥലം ഇതാണല്ലേ? അതെ, പാട്ടിൽ കേൾക്കുമ്പോ നല്ല അടിപൊളി പാട്ട്, പക്ഷെ സ്ഥലം അത്ര അടിപൊളി ഒന്നും. ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ടൗൺ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ രാത്രി ഓടുന്നത് ഇവിടെ. ഓ ഓക്കെ. പാട്ടൊക്കെ ഇട്ട് പൊളിക്കുകയാണല്ലോ അമ്മ. ഉത്സവം പറഞ്ഞ് എത്തിയാണോ എത്തിയല്ലേ? സാധാരണ ദിവസം ചെവി കിളി. ഒരു സ്ഥലത്തല്ലേ രണ്ട് സ്ഥലത്താണ് രണ്ട് പാട്ട്. അണ്ണാ ഇടേ സൈഡിൽ വേറൊരു ബോക്സ്, വലേ സൈഡിൽ പാട്ട്, ഇടേ സൈഡിൽ പ്രസംഗം. ഇതുപോലെ ജംഗ്ഷൻ രണ്ട് പാട്ട് വെച്ച്. ഇവിടെ എല്ലാ ജംഗ്ഷനിലും പാട്ടാണല്ലേ? ഏതോ ജംഗ്ഷൻ പഴയ കാല പാട്ടുകളൊക്കെ ഇട്ട് പല അത് ഈ തമിഴ്നാട് കാരന്മാർക്കുള്ള പ്രത്യേകതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സംഭവം ഉത്സവമായിട്ട് വെക്കുന്നതാണ്. ഉത്സവമായിട്ട് വെക്കുന്നവരുണ്ട്, പാർട്ടിപരമായിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. മിക്ക ജംഗ്ഷനിലും ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാലേ പഴയ സിനിമയുടെ ഒക്കെ ശബ്ദരേഖയാണ് കേൾക്കുന്നത്. പഴയ സിനിമയുടെ ശബ്ദരേഖയാണ് അവർ മൈക്ക് സെറ്റ് കൂടെ കേൾപ്പിക്കുന്നത്. ഉസ്ലാംപേട്ടിയിൽ എത്തി നമ്മളെ കിളി പോയി. കാരണം സ്ഥലം ഏരിയ കുറവാണ്, അതാണ് ഇത്രയും അങ്ങ് ഒത്തിരി ഡെവലപ്പ് ആക്കണം. റോഡ് വീതിയൊക്കെ കൂട്ടി സെറ്റാക്കി ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. വണ്ടികൾ നിന്ന് തിരിയാൻ സ്ഥലമില്ല. നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ് അല്ലേ? ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഇത്രയും ബ്ലോക്കുള്ള സ്ഥലത്തൊക്കെ വണ്ടികൾ കൊണ്ടിട്ടേക്കുന്നുണ്ട്, വലിയ വണ്ടികൾ കൊണ്ട് നിർത്തി ആ റോഡിലിട്ടാണ് ലോഡ് ഇറക്കുന്നത്. അങ്ങോട്ട് ഫ്ലക്സാണ്. ആദരാഞ്ജലികൾ, കല്യാണം, ബർത്ത്ഡേ, വീടിന്റെ പാല് കാച്ച് കുറെ ഫ്ലക്സ് അടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ഇവർ ഉദ്ദേശിച്ചത്? സ്കൂളിന്റെ കലോത്സവം പ്രൈസ് കിട്ടിയവരാണോ? കല്യാണത്തിന് പങ്കെടുത്തവരെ ഫോട്ടോയാണോ? അയ്യോ, എന്താണ് ഫ്ലെക്സ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പാർട്ടിക്കാരെ ഫ്ലെക്സ് ആണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉള്ളതാണെങ്കിൽ ഹെൽമെറ്റ് യൂസ് ചെയ്യില്ല. ഇവിടെ ഹെൽമെറ്റ് വേണ്ടെന്നാണ് എനിക്കറിയാം. ഇവരൊക്കെയുള്ള 3 പേര് പോയാലും പോലീസിന്റെ ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്നതും ഇല്ല, ആർക്കും ഹെൽമെറ്റും ഇല്ല. പോലീസിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് ഇവിടെ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത്. അയ്യോ, ഓടൊക്കെ ചത്ത